പ്രിയമുള്ളവരെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കാമെന്ന് കരുതുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. ഈ വാക്യം പൗലോസ് പറയുമ്പോൾ നമുക്ക് ഈ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സുവിശേഷത്തിൻ്റെ തേജസ് എന്താണ്, അഥവാ ക്രിസ്തുമർമ്മത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. ദൈവവുമായി സമ്പർക്കമില്ലാത്ത ആളുകളെ ദൈവത്തോട് ബന്ധിപ്പിക്കാനായിട്ട് ക്രിസ്തു എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, നിങ്ങളെ ഉയർപ്പിച്ചു. അപ്പം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നു. അതെന്താണ് ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിക്കുക? അപ്പം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ ജീവൻ പ്രാപിക്കുക, അതാ വീണ്ടെടുക്കപ്പെടുക, അതാ എന്താ പറയണ്ടേ, ജീവനുള്ളവരായി മാറുക, ജീവിപ്പിക്കുക. ക്രൂശിൻ്റെ മരണത്താൽ വീണ്ടെടുക്കുന്നത് ആരെയാണ് എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് ഈ 2-ാം അധ്യായം താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെയാണ് യേശുക്രിസ്തു ഉയർപ്പിച്ചത്. അപ്പോൾ ഉയർക്കുന്നതിന് മുമ്പ് ഇവരെവിടെയായിരുന്നു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്താണ് ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? അവിടെ നമ്മൾ വായിക്കുന്നത്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടക്കുക. അപ്പോൾ ആകാശത്തിലെ അധികാരത്തെ അനുസരിച്ച് നടക്കുക, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അധിപതിയെ അനുസരിച്ച് നടക്കുക. 2 കൂട്ടരെ അനുസരിച്ചാണ് മനുഷ്യർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിതം നയിക്കുന്ന മനുഷ്യരെയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ന് ബൈബിൾ പറയുന്നത്. അപ്പം ഈ ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിലെ അധികാരം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആകാശത്തിൽ കാണുന്ന ശക്തികളാണ്. നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഇതൊക്കെയാണല്ലോ ആകാശത്തിലെ ശക്തികൾ. ഇവയ്ക്ക് ശക്തിയുണ്ടോ? പിന്നെ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ നമുക്കറിയാം, വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞാൽ ആ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ചില നിലകൾ, അതിൻ്റെ പവർ ഭൂമിയിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് വെള്ളം പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്ന വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാകുന്നത്. എന്തിനാ? ഇത് പണ്ട് പുരാതന കാലം മുതലേ ഉള്ളൊരു കൺസെപ്റ്റാണ്. ഇത് ബാബിലോണിയ കൺസെപ്റ്റ് എന്ന് വേണേൽ പറയാം. അന്ന് മുതലുണ്ട്. ഇസ്രായേലിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇയ്യോബിൻ്റെ ലേഖനം പഠിച്ചാൽ അവിടെയും കാണും ഈ കാർത്തിക, മകയിരം തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് ഭൂമിമേൽ സ്വാധീനമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം ഇയ്യോബിൻ്റെ ലേഖനത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ എപ്പോഴും അവർക്ക് അദൃശ്യമായ ചില ശക്തികളെ അവർ വിശ്വസിക്കുന്നു. ആ പവർ എന്താണെങ്കിലും അവരനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നു, എന്നിട്ട് ആ പവറിനെ അനുസരിക്കാൻ തയ്യാറാകുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, രാഹുകാലം നോക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഗുളികകാലം, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളികൾക്ക് ഇതൊക്കെ സുപരിചിതമായൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി എല്ലാ സമൂഹവും, ഈവൻ പെന്തക്കോസ് പോലും, നമുക്കറിയാം സുവിശേഷകന്മാർ പരസ്യ സ്ഥലത്ത് പോയിന്ന് വിളിച്ചു പറയുന്ന, മൈക്കിലൂടെ വിളിച്ചു പറയുന്നൊരു കാര്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. എന്ത് കാലം തികയുക എന്ന് പറഞ്ഞാൽ? കാലം എന്ന് പറഞ്ഞാൽ കാലത്തെ നിയോഗിക്കുക. കാലം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സൂര്യനില്ലെങ്കിൽ പിന്നെ കാലമില്ല. അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് സമയമാണ്. ഈ സമയം നിശ്ചയിക്കുന്ന മുഴുവൻ ഈ സൂര്യചന്ദ്രാദികളുടെ ഒക്കെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിച്ചു വരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കാലം തികഞ്ഞു, ദൈവരാജ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്പോൾ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ നീതി. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരാം, ലോകം തരുന്ന സമാധാനം പോലെയൊന്നുമല്ല. അപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ കാലത്തെ മുഴുവൻ തകർത്തുകൊണ്ട് കാലഗതിക്കനുസരിച്ച് നടന്നിരുന്നവരെ വീണ്ടെടുക്കുകയാണ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നൊരു സാരാംശം, ഈ നക്ഷത്രങ്ങളെ അനുസരിക്കുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാള് നോക്കി, ആ നാള് വെച്ചിട്ട് അതിൻ്റെ ഭാവി ഭൂതങ്ങളെല്ലാം എന്താ പറയേണ്ടത് പ്രവചിക്കുന്ന സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇതനുസരിച്ച് മലയാളികൾ എല്ലായിടങ്ങളിലും ഉണ്ട്. മലയാളികൾ പൊതുവെ ചെയ്തു വരുന്നൊരു കാര്യമുണ്ട്. 28 ദിവസം കഴിയുമ്പോൾ 28 നാളുകളിലെ ദേവന്മാരെ പിന്നിടുകയാണ്. അപ്പോൾ ആ പിന്നിട്ട് വന്ന 28 നാളുകളിലെ ദേവന്മാരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് അവരുടെ കോപങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആ നക്ഷത്രങ്ങളുടെ പേരുകളുള്ള 28 നാളുകളുള്ള ആ 28 നാളിലെ ദേവന്മാരുടെയും പേരിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ശക്തികളെ അനുസ്മരിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കറുത്ത ചരടിൽ 28 കെട്ടുകൾ കെട്ടും. ഓരോ ദേവന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് 28 കെട്ട് കെട്ടി ഈ കുഞ്ഞിൻ്റെ അരയ്ക്ക് കിട്ടും. അതിനെ 28 കെട്ടെന്ന് പറയും. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും പല ആളുകളും കറുത്തയാട് കെട്ടും കാണും.
പക്ഷെ പണ്ടൊക്കെ കെട്ടിൻ്റെ കൂടെ ഓരോ സിമ്പിൾസ് കാണും. ഓരോ നാളിലെ ദേവന്മാർക്കും ഓരോ സിമ്പലുകളുണ്ട്. ചില പ്രായമുള്ളവർക്കറിയാം, ചിരവയുടെ ചെറിയ സിമ്പൽ ഉണ്ടാക്കി, അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സിമ്പലുകൾ ഉണ്ടാക്കി ഈ വെള്ളിയിലും ഇരുമ്പിലും ഒക്കെ ഉണ്ടാക്കി അരക്കി കെട്ടുന്ന ഒരു രീതി പണ്ട് പുരാതന കാലം മുതലുണ്ടായിരുന്നു. അത് 28 നാളിലെ ദേവന്മാരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ലോഹം കൊണ്ടുള്ള ഈ സിമ്പലുകളെല്ലാം മാറ്റി കെട്ട് മാത്രം 28ആയി. പിന്നെ കുറേ കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ കെട്ടൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ട് ഈ ചരട് മാത്രം. ഈ കെട്ടുണ്ടെങ്കിലും കൊള്ളാം, സിമ്പൽ ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. 2 കാര്യം അവർ ഇന്നും കളയാതെ നിലനിർത്തുന്നു. ഒന്ന് ചരട്, നൂലുകെട്ടെന്ന് പറയും. ഒന്ന് ഈ കറുത്ത ചരട് കെട്ടിയിരിക്കും, അത് 28 ദിവസം കഴിഞ്ഞേ കെട്ടത്തുള്ളൂ. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ഒന്നും കെട്ടത്തില്ല, 28-ാം നാൾ ഇത് ചെയ്തു വരാറുണ്ട്. ചിലർ ഇത് കെട്ടുമ്പോൾ അതിൻ്റെ കൂടെ സ്വർണ്ണ അരിഞ്ഞാണോ വെള്ളി അരിഞ്ഞാണോ ഒക്കെ ഇടാറുണ്ട്. ഈ ചരട് രക്ഷയ്ക്ക് വേണ്ടി ചരട് കെട്ടുന്ന രീതി, കയ്യെ ചരട് കെട്ടും, കാലേ ചരട് കെട്ടും, ഇങ്ങനെ ഈ കെട്ടുന്ന രീതി പണ്ട് ഇസ്രായേലിയരുടെ കാലം മുതലുണ്ട്. ഇസ്രായേലിലെ ചില പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ട് അവർക്ക് രക്ഷയും ആലോചനയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ചില ആളുകൾ അവിടെയും ചെന്നിരുന്നു, അവിടുത്തെ ഇസ്രായേലിയ ജനത്തെ വഴിതെറ്റിക്കാൻ. അങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് രക്ഷ, ദൈവം പോലും പറയാത്ത, ദൈവം ചിന്തിക്കാത്ത, ദൈവം പറയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവിടുത്തെ ജനത്തിന് സമാധാനം ഇല്ലാതിരിക്കുക, സമാധാനത്തിനുള്ള മാർഗ്ഗം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ജനത്തെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ഒരു കൂട്ടം പ്രവാചകിമാരൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഇങ്ങനെ പറയുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ വേട്ടയാടുന്നതിന് കയ്യേപ്പുകൾക്കൊക്കെയും രക്ഷകളും ഏത് പൊക്കത്തിനുമുള്ളവരുടെ തലയ്ക്കും തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾ കയ്യോഷ്ടം. അപ്പോൾ കയ്യേപ്പുകൾക്ക് ചരട് കെട്ടുക, ഈ ചരട് പൊട്ടിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞുള്ളൊരു വേദഭാഗമാണ് ഈ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലുള്ളത്. അപ്പോൾ ഈ ചരട് കെട്ട് സിസ്റ്റം അവിടെ മുതലേ ഉണ്ട്, അത് ഇന്നും തുടരുന്നു. ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ടു വന്ന ക്രൈസ്തവ സമൂഹം അവരും ഇത് കളയാൻ തയ്യാറല്ല. അവരും ആ അനുസ്മരണതയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, മാമോദിസ നടത്താറുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാരണം ഈ കുഞ്ഞ് ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ പ്രത്യേകം ദൈവസന്നിധി നമുക്കങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം മറ്റുള്ളവർ ദേവന്മാരുടെ മുമ്പിൽ കുഞ്ഞിനെ സമർപ്പിച്ച് ചരട് കെട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഒരു മാമോദിസ, അതിന് മാമോദിസ എന്നൊരു പേര് വന്നത്. വാസ്തവത്തിൽ ഈ മാമോദിസ എന്ന് വേദവസ്തുള്ളൊരു കാര്യമല്ല. ആ മാമോദിസ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് 100 കൂട്ടം ന്യായീകരണങ്ങളുണ്ട്. കാരണം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അപ്പോൾ ഒരു കുഞ്ഞ് പാപത്തിലാണ് ജനിക്കുന്നത്, അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ പാപം മോചിച്ച് കിട്ടണമെങ്കിൽ മാമോദിസ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന് പറഞ്ഞ് കൊച്ചിനെ കൊണ്ട് നോക്കുക. വാസ്തവത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ ഈ പാപം പരിഹരിച്ചു എന്നുള്ള സത്യം ഈ ക്രൈസ്തവരുടെ തലയിൽ ഇന്നും വന്നിട്ടില്ല. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ചുമന്നൊഴിച്ചു എന്ന് പറഞ്ഞാൽ ആ പാപം ഇനി ആരിലും കണക്കിടുന്നില്ല. ഏത് പാപമാണ്? ലോകത്തിൻ്റെ പാപം. ലോകത്തിൻ്റെ പാപം എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപമാണ്. എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെ അമ്മയുടെ ഒക്കെ പാരമ്പര്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പാപിയാക്കപ്പെട്ടിരിക്കുന്ന ആ പാപം, അത് ആദാമിൻ്റെ പാപമാണ്. ആദാം ചെയ്ത്, അത് പുരോഹിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞില്ല, അത് ആദാമ്യ പാപമാണ്. ആ ആദാമിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം വരുത്താനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു അത് പരിഹരിച്ചു. ഇനി ലോകത്തിന് മുമ്പിൽ ദൈവം കണക്ക് കൂട്ടുന്ന പാപമെന്ന് പറയുന്നത് ഈ ആദാമി പാപമൊന്നുമല്ല. ശിശുക്കളൊക്കെ നിങ്ങളും തിരിച്ച് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്നാണ് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചത്. ഒരു വ്യക്തിയിലും ഇനി ആ പാപം കണക്കിടുന്നില്ല. എന്നാൽ വെളിച്ചം, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും ഈ വെളിച്ചത്തെക്കാൾ അധികം മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിക്കുന്നു. അവരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ ഇരുട്ടിനെ സ്നേഹിക്കുന്നു. അതാണ് ഇനി ന്യായവിധി. അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് ഇനി ന്യായവിധി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാപമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളും തിരിച്ച് കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് തന്നെ. എന്നാൽ ഈ ക്രൈസ്തവ സമൂഹം ഈ മാമോദിസ മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ക്രൈസ്തവ സമൂഹങ്ങൾ മാമോദിസ നടത്തുന്നു, മറ്റുള്ളവർ ചരട് കെട്ടുന്നു. ക്രൈസ്തവ സമൂഹം മാമോദിസയെ കൂടാതെ ചരട് കെട്ടുമുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെയും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടിരുന്ന ഒരു കൂട്ടം ആ പെന്തിക്കോസുകാർ പൊതുവെ പറഞ്ഞ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ അനുസരിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ സുവിശേഷം അനുസരിക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾ കാലത്തിനനുസരിച്ച് ഇനി പോകുന്നില്ല, ഞങ്ങൾ കാലഗതിക്കനുസരിച്ച് ജീവിക്കുന്നവരല്ല, അവിടെ ആയിരുന്ന ഞങ്ങളെയൊക്കെ ഇപ്പം വീണ്ടെടുത്ത് ക്രിസ്തുവിലാക്കി, ഞങ്ങൾ ക്രിസ്തുവിലാണ്, ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. എന്നാലും കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊരു ചിന്ത. അല്ല, കുഞ്ഞായിരിക്കുമ്പോൾ രോഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ, ബാലാരിഷ്ടതകൾ വരുന്നു. ഇതെല്ലാം ചിലപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ദുരാത്മാവിൻ്റെ ശക്തിയൊക്കെ കാണും. മറ്റൊരു പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ നക്ഷത്ര കോപങ്ങളൊക്കെ കാണും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചരട് കെട്ടാൻ വ്യവസ്ഥയില്ലല്ലോ, നമുക്ക് ഈ പറഞ്ഞ വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ വ്യവസ്ഥയില്ല, അപ്പോൾ നമുക്ക് പ്രതിഷ്ഠ എങ്ങനെ നടത്താം എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ കൊണ്ട് പ്രതിഷ്ഠ നടത്തുന്ന പുള്ളികൾ വരെ ഉണ്ട്. അങ്ങനെയാണ് പെന്തക്കോസ്തല ശീലം. ഇതെല്ലാം ഒരൊറ്റ വഴിയാണ് ഈ കുഞ്ഞുങ്ങളെ ഒന്നീ ശിശു പ്രതിഷ്ഠ അല്ലെങ്കിൽ ചരട് കെട്ട് മാമോദിസ പറയുന്നതെല്ലാം ഒരൊറ്റ സിസ്റ്റമാണ്. സത്യത്തിൽ ഇതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ തത്വജ്ഞാനം അനുസരിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ ലോകത്തിൻ്റെ അധിപതിയുണ്ട്, ഈ ലോകത്തിൻ്റെ കാലഗതി, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അധിപൻ, അവരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്, യേശുക്രിസ്തുവിനെ അല്ല.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം, ആ അവസ്ഥയിൽ അങ്ങനെ ജീവിച്ചിരുന്ന നിങ്ങളെ വീണ്ടെടുത്ത് ഇപ്പോൾ സ്വർഗത്തിൽ ദൈവം ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്ത് കെട്ടുന്ന ഏതെങ്കിലും ഒരു ചരടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പലോ ഏതെങ്കിലും ഒരു അടയാളമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ എന്ത് സംഭവം ഈ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടി ലോകത്തിൻ്റെ കണ്ണുദോഷത്തിൽ നിന്നോ ലോകത്തിൻ്റെ ബാധകളിൽ നിന്നോ ദുരാത്മ മണ്ഡലത്തിൽ നിന്നോ ഒക്കെ നിങ്ങളെ തന്നെ സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തിയ ചില മാർഗങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങളെ ആര് ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണെന്നറിയോ? ഈ ലോകത്തിൻ്റെ അധിപതി തന്നെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് തെളിവാണ്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിലായ ഒരുവനറിയാം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ മകനാണ്, യേശുക്രിസ്തുവിലാണ്, ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും എന്നെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. എനിക്ക് ശത്രുത്വമുള്ളത് എൻ്റെ ജഡമാണ്, എൻ്റെ ജഡത്തിലെ മോഹങ്ങളാണ്, അതിനോട് എനിക്ക് പോരാട്ടം നടത്തണം. ലോകത്തിൻ്റെ തത്വജ്ഞാനങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കേണ്ടവനല്ല എന്നവൻ സ്വയം തിരിച്ചറിയാം, ലോകത്തിനുള്ളവനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ജീവിതം നയിക്കുന്നവനായിരിക്കും. യേശുക്രിസ്തു അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുമെന്നുള്ള ഉറപ്പുള്ളായിരിക്കും. അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവൻ ആ ഒരു ഉറപ്പുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിടയിൽ ഈ ഒരു സംഭവം വളരെ 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 വൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂലുകെട്ട് അല്ലെങ്കിൽ ചരടുകെട്ട് അല്ലെങ്കിൽ 28 കെട്ട്, ഇനി അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ പ്രതിഷ്ഠ, ഇതൊന്നും വേദവസ്തു ബിബ്ലിക്കലല്ല, വേദവസ്തുവിന് വിരുദ്ധമാണ്. ഇങ്ങനെ പോകുന്നവരെ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എഫേസ്യ ലേഖനത്തിലും അത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പുണ്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ വേറെയും ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്തുവിലായിട്ട് വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്ക് പോകാൻ ശ്രമിക്കുകയാണോ? യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു തന്നിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നത് ആരാണ്? നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് ഈ വിശ്വാസത്തിൻ്റെ മാർഗത്താലാണോ ഏതെങ്കിലും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഈ ശിശുപ്രതിഷ്ഠ നടത്തുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതും വേദപുസ്തകത്തിൽ ആധാരമൊന്നുമില്ല. ഒരു വ്യക്തിയും പ്രതിഷ്ഠിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. എനിക്ക് പ്രതിഷ്ഠിക്കാൻ അവകാശമുള്ളത് എനിക്ക് എന്നെ തന്നെയാണ് പ്രതിഷ്ഠിക്കാൻ അവകാശം. എനിക്ക് ദൈവം തന്ന കുഞ്ഞിനെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് ദൈവത്തിന് മുമ്പിൽ, കർത്താവേ നീ എനിക്ക് തന്നു, ഇന്നാ പിടിച്ചു, ഞാൻ നിൻ്റെ മുമ്പിൽ ഇവനെ പ്രതിഷ്ഠിക്കുന്നു, നീ അവനെ നടത്തിക്കോണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കലല്ല. ദൈവം അതിനെ എനിക്ക് തന്നിരിക്കുക, ഞാൻ അതിനെ വളർത്താൻ. ദൈവം അതിനെ എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാനത് തിരിച്ച് ദൈവത്തിൻ്റെ കൊടുത്തിട്ട് പറയാം, ദൈവം അതിനെ നടത്തണേന്ന്. എന്ത് ന്യായമാണ്? വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും എന്നാണ്. ഇത് തന്നെ പലരും മാറ്റി പറയുന്നത് മക്കൾ യഹോവ തരുന്ന ദാനമാണ്. തെറ്റാണത്. മക്കൾ യഹോവ തരുന്ന അവകാശം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്, ഒരു ആത്മാവാണ്. ആ ആത്മാവിനെ ക്രിസ്തുവിൽ വളർത്താനുള്ള റെസ്പോൺസിബിലിറ്റി, ചുമതല, ഉത്തരവാദിത്വം ദൈവം നിന്നെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് നിനക്ക് ദൈവം ആ കുഞ്ഞിനെ മകനായി തന്നത്. അപ്പോൾ അതിനെ ദൈവസന്നിധിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. അപ്പം നീയാണ് സ്വയം ദൈവസന്നിധി പ്രതിഷ്ഠിക്കേണ്ടത്. കർത്താവെ, നീ എനിക്ക് തന്ന ഈ കുഞ്ഞിനെ നിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം, നിൻ്റെ ഹിതത്തിനനുസരിച്ച് അവനെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ പ്രതിഷ്ഠിക്കുന്നു, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. നേരെ തിരിച്ച് കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കല്. ഇങ്ങനെ ഒത്തിരി എന്താ പറയണ്ടേ, ഒരു വേദപുസ്തകവുമായിട്ട് ഒരു പൊരുത്തവുമില്ലാത്ത ലോകത്തിൻ്റെ തത്വജ്ഞാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന രീതി ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ ഇടയിലും നടക്കുന്നു എന്നുള്ളതാണ് വളരെ വിരോധാഭാസമായൊരു കാര്യം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ഉയർപ്പിച്ചത് ഈ ലോകത്തിൻ്റെ അധിപതിക്ക് അനുസരിച്ച് വീണ്ടും നടക്കാനല്ല, കാലത്തിനനുസരിച്ച് നടക്കാൻ. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാ, ലോകത്തിൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ.